Watch full episodes on Jio Hotstar. All be alert. Left, right, left, right. Ready. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മ്യൂസിയമാണ്. ഇതിനകത്ത് എന്താ ഉള്ളത്? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആൾക്കാരുടെ ചിത്രങ്ങൾ, വളരെ വിലപ്പെട്ടത്. നിങ്ങൾക്കറിയോ, ഈ മ്യൂസിയത്തിൽ വളരെ അപൂർവമായിട്ടുള്ള പെയിന്റിങ്സ് ആണ് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും മോഷണം പോയാൽ അതോടെ നമ്മുടെ തൊപ്പിയും തെറിക്കും. നോ 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 നോ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. Come on, be alert. എന്തിനാണ് നോക്കുന്നേ? എന്താ ഇത്? നല്ല രസമുണ്ടല്ലേ? എനിക്കിതാ. അല്ല എനിക്കിതായത്. എന്റെ അമ്മോ, ഇതെന്താണ്? കളർ കളറായി കത്തുന്ന പന്താണോ? മനോഹരം, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഭല്ലേ, ഭല്ലേ, ഭല്ലേ. അടിപൊളി. എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ. 1 2 ഭല്ലേ, ഭല്ലേ, ഭല്ലേ. എന്റെ അമ്മോ. ഇതെന്താ ആകപ്പാടൊരു പുക? വേഗം വേടാ. മോട്ടുപത്ലു, വേഗം വരൂ. മ്യൂസിയത്തിൽ മോഷണം നടക്കാൻ പോകുന്നു. Come on, quick. എന്റെ മാസ്റ്റർ ഗീസിംഗ് തന്നെ. ജോൺ അകൻ പോകുന്നു. ഡോൺ ജോൺ അകൻ പോകുന്നു. ഡോൺ ജോൺ 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 ജോൺ. ഞാനിപ്പോ നിന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ലേ? ഇപ്പൊ എന്റെ 5 കോടി എന്റെ കയ്യിൽ താ. ഇനിയും ജോലി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. മിസ്റ്റർ മാഡോക്സിന്റെ ആജ്ഞ എന്താന്ന് വെച്ചാ ഈ ലൈഫ് ക്യാം ഗാഡ്ജറ്റ് കൊണ്ട് ഈ മ്യൂസിയത്തിലുള്ള 3 ഭയങ്കരമായ അനിമൽസിന്റെ ഫോട്ടോ എടുക്കണമെന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ഇവിടെ ഓടിക്കളയണം. എന്ത് ഓടി പോകണമെന്നോ? അപ്പൊ വെറും ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്നെ ഇത്രയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചത്? ഞങ്ങൾക്കതൊന്നും അറിയില്ല. ബോസ് ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്തേ പറ്റൂ. വാ, നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് ദേ അവിടെയാണ്. ദേ അത് കണ്ടോ, വലിയ അനിമൽ. ആദ്യം ഈ ഗൊറില്ലയുടെ ഫോട്ടോ എടുക്കാം. ഇതെന്തായി സംഭവിക്കുന്നത്? അതെ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരുത്തർ ഇവിടെ കയറി ഒരു സാധനം മോഷ്ടിക്കാൻ കഴിയില്ല. വന്ന് കഴിഞ്ഞു മോട്ടുപത്ലുവിന്റെ ജോഡി. അയ്യോ,
എന്റെ അമ്മോ പെട്ടെന്ന് വാ ഓടിക്കോ. ഞാൻ എവിടെ പോയാലും ഇവന്മാരെന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. മോട്ടു പത്ലു എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ തന്നെ വന്ന് ശല്യം ചെയ്യുന്നത്? ജോൺ നീയാണോ? ഡോണ്ട് വെറി ജോൺ, ഈ ടാങ്കർ എന്ന് വെച്ചാൽ എന്താ, വെറും പച്ചവെള്ളമാണെന്ന് വിചാരിച്ചോ? ആളിക്കത്തുന്ന തീയാണ്. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് നടത്തിയിട്ടേ പോകൂ. പക്ഷെ അതിനു മുമ്പ് ഈ മോട്ടിനെ പത്തിനും പിടിച്ച് തല്ലും. കൂട്ടുകാരെ, അറ്റാക്ക്! ഓക്കേ ബോസ്. അയ്യോ എന്റെ അമ്മച്ചിയെ! അയ്യോ! അവൻ ആ ഭാഗത്തേക്കാണ് ഓടിയത്. നിങ്ങളോടാണോ നിന്റെ വേല? എന്റെ അമ്മ എന്നെ എന്തിനാടാ നോക്കുന്നേ? അവന്മാരെ ചെന്ന് തല്ലാൻ നോക്ക്. ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ എല്ലാരും പോയി കാണുമോ? അയ്യോ മോട്ട്, എന്നെ വിട്ടേക്ക്. എടാ ജോണെ, നിനക്ക് ഈ മോശം അല്ലാതെ വേറെ ഒരു പണിയും ചെയ്ത് ജീവിക്കാൻ അറിയില്ലേ? അറിയാം മോട്ടു, എനിക്ക് ചെയ്യാൻ അറിയാം. എന്നെ കൊണ്ട് സ്പീഡായിട്ട് ഓടാൻ കഴിയുമല്ലോ. നോക്കിക്കോ, രക്ഷിക്കേ. പെട്ടെന്ന് വാടാ, ഇവിടുന്ന് ഓടിക്കളയാം. ഓടി രക്ഷപ്പെടാം. അതെ, പത്തിലും കള്ളന്മാരൊക്കെ ഓടിപ്പോയല്ലോ. ഞാൻ നിന്റെ അടുത്ത് ചെറിയ ജോലിയാണ് ഏൽപ്പിച്ചത്. നീ അതിന് പോലും ഫെയിലായില്ലേ? പക്ഷേ ഈ ജോൺ ഒരിക്കലും ഫെയിൽ ആവില്ല സർ. എന്റെ ജോലി ഇവരെ അകത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ആ ജോലി ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഇപ്പൊ എന്റെ 5 കോടി എന്റെ കയ്യിൽ തന്നേക്കൂ സർ. ജോൺ, എന്റെ ജോലി മുഴുവനും കഴിയുന്നവരെ ഒരു ചില്ലി കാശ് പോലും കിട്ടില്ല. ഞങ്ങൾക്ക് തിരിച്ചും അകത്ത് പോകേണ്ട സാഹചര്യം വന്നേക്കാം. ലൈഫ് ക്യാമ്പ് ഗാഡ്ജറ്റ് മര്യാദയ്ക്ക് തന്നേക്ക്. ഇനി എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്തേക്കാം. സോറി മിസ്റ്റർ മാഡോക്സ്, മ്യൂസിയത്തിനകത്ത് പെട്ടെന്ന് 2 പേര് വന്നായിരുന്നു. അവരുടെ പേര് മോട്ടു പത്ലു എന്നായിരുന്നു. അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈഫ് ക്യാമ്പ് ഗാഡ്ജറ്റ് മ്യൂസിയത്തിൽ തന്നെ വീണുപോയി. നീ എന്താണ് പറഞ്ഞത്? അയ്യോ, എന്റെ കണ്ടുപോയേ. ഇത്രയും കൊല്ലത്തെ അധ്വാനത്തെ നീ വെറുതെ കളഞ്ഞു അല്ലേ? നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എന്റെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുകയാണല്ലേ? മിസ്റ്റർ മാഡോക്സ്, സോറി, എനിക്കൊരു അവസരം കൊടുത്താ ഞാൻ ഈ ജോലി എങ്ങനെയെങ്കിലും ഞാൻ തീർത്തു തരാം. പ്രോമിസ്. കൺട്രോൾ മാഡോക്സ്, കൺട്രോൾ. ഈ ആ മ്യൂസിയത്തിന്റെ അകത്തേക്ക് പോയി ആ ഡിവൈസ് എടുത്തുകൊണ്ട് വാ. മിസ്റ്റർ മെഡോക്സ്, ഒരു തവണ അകത്തേക്ക് കൊണ്ടുപോകാൻ 5 കോടി. രണ്ടാമത്തെ പ്രാവശ്യം അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മറ്റൊരു 5 കോടി. അപ്പൊ മൊത്തം 10 കോടി തരുമോ? 10 കോടി തരുമോ? 10 കോടി. എനിക്ക് 10 കോടി കിട്ടാൻ പോകുന്നേ. അയ്യോ 10 കോടി. അയ്യോ എനിക്ക് 10 കോടി എന്നെ വിട്ടേക്ക് സാറേ. അയ്യോ അയ്യോ എന്റെ അമ്മ. നിങ്ങൾ എന്റെ പ്രസ്റ്റീജിയസ് ക്ലയന്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് 1 വാങ്ങിയാൽ 1 ഫ്രീ എന്ന ഓഫർ ഞാൻ തരാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ പോകാൻ പറ്റില്ല. നാളെ രാത്രി പോകാമെന്നേ. താങ്ക് യു. നീ വളരെ നല്ലവനുമാണ്, ബുദ്ധിമാനുമാണ്. അല്ല, അവന്മാരിവിടെ എന്ത് മോഷ്ടിക്കാനാ വന്നത്?
എന്റെ സിംഗം സാറ് എന്താ ഇവിടെ നടക്കുന്നത്? ഇദ്ദേഹമാണ് മ്യൂസിയത്തിന്റെ മാനേജർ. കഴിവുള്ള ആളാണ്. ആരാടാ കള്ളൻ? എവിടുന്നാ വന്നേ? മോട്ടുപത്ലു, ഇവിടെ മ്യൂസിയത്തിൽ മോഷണം പോയെന്നുള്ള വിവരം അറിഞ്ഞപ്പോ ഞങ്ങൾ വന്നു. എന്താണ് മോഷണം പോയിരിക്കുന്നത്? ചിങ്കം ഉള്ളിടത്തോളം കാലം ഇവിടെ മോഷണം സംഭവിക്കില്ല. അവര് ഓടിപ്പോയി. അവർക്കറിയാം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണെന്ന്. അതെ, ഇംപോസിബിൾ. ഐ മീൻ, മോട്ടു പത്ലുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണെന്ന്. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്ന് കളവ് നടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ഇത് ശരിക്കും നല്ല ഗ്രാൻഡ് ആയ അടിപൊളി മ്യൂസിയം തന്നെ. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഡോക്ടർ ഷട്ക. വാവ്, സൂപ്പർ, മനോഹരം. നല്ല സ്ഥലമാണല്ലോ ഇത്. എന്റെ അമ്മോ. അടിപൊളി. ഹലോ, അതെ, എന്തെങ്കിലും മറുപടി പറ. അതേ മോട്ടു, അതൊരു ശിലയാണ്, വെറും ശില. അത് ശരി, പക്ഷെ കണ്ടിട്ട് ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലോ. ഇതെവിടുന്ന ഈ ലൈറ്റ് വരുന്നേ? അല്ല, എന്താ ഇത്? എന്താ ഈ സംഭവം? കള്ളന്മാർ ഇവിടുന്ന് ഓടിപ്പോയ സമയത്ത് അവരുടെ ക്യാമറ ഇവിടെ വെച്ച് മറന്നു പോയെന്ന് തോന്നുന്നു. ആ, ഇത് സംഭവം പൊളിയാണല്ലോ. അതെ, ആ ക്യാമറ അങ്ങോട്ട് തന്നേ. ആ ക്യാമറ ഇങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മോട്ട്, നീ ഒന്ന് നിൽക്ക്. അത് സാധാരണ ക്യാമറ പോലെ തോന്നുന്നില്ല. അതെ, ഈ ക്യാമറ എനിക്കാണ് കിട്ടിയത്. ഈ ക്യാമറയിലേക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുത്തേ പറ്റൂ. എടുത്ത് ചാടണ്ട മോട്ടു. എന്താ എടുക്കണ്ടേ? ആ ഗോറിലയുടെ ഫോട്ടോ തന്നെ എടുത്തേക്കാം. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അതിന് ഒരു റേസ് വന്നത് നീ കണ്ടില്ലേ? ഇതിനെ കണ്ട എന്തോ ഒരു ഗാഡ്ജറ്റിനെ പോലെ തോന്നുന്നു. അതെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതെ, ഗസിഡറാം, ഇത് നീ തന്നെ വെച്ചോ. അങ്ങോട്ട് നോക്ക്. ഇതെന്താ ഈ നടക്കുന്നത്? അയ്യോ, ഇതെങ്ങനെയാ ജീവനം വന്നേ? അയ്യോ, ഈ കൊറയിലേക്ക് ജീവൻ വന്നിരിക്കുന്നു. ഓടിവാ മോട്ടു. വലിയേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോ. എന്റെ അമ്മോ, എന്തൊരു തണുപ്പ്. ഹലോ, ഇതെന്തോ നീയും ഗോറിലെ പോലെ ശബ്ദം ഉണ്ടാക്കുന്നേ? ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ശബ്ദം ഇവിടുന്നല്ല, ദേ അവിടുന്നാണ്. അയ്യോ, എന്റെ അമ്മേ. എന്റെ അമ്മോ. അടുത്തേക്ക് വരട്ടെ. അതെ ഗോറില ചേട്ടാ, നിനക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പോലും അറിയില്ലേ? ഇവിടെ ടൈം പാസിന് വന്നതാണോ? ഓടാൻ നോക്ക് വേഗം. പൊളിച്ചെടുത്തല്ല രക്ഷകരെ, പൊളിച്ചെടുത്തല്ലോ.
മമ്മി രക്ഷിക്കണേ. ഓടിക്കോ. അതെ, ആ പ്രതിമ ഇരിക്കുന്ന കുന്തം നീണ്ട് അതിന് ദേഹത്ത് കൊള്ളാൻ പോകുന്നു. Oh no! പൊളിച്ചെടുത്തല്ലോ. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ അത് നമ്മുടെ പണി കഴിക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്കിയില്ലെന്ന് നിനക്കറിയില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്. ഐഡിയ കേക്ക് മോട്ടു. പട്ടാളമേ, ആ ഗൊറില്ലയുടെ മണ്ടയിൽ ചെന്ന് തബല വായിക്കാൻ തുടങ്ങണം. എന്തൊരു കലാസൃഷ്ടിയാണ്, ഗംഭീരമായിരിക്കുന്നല്ലോ. ഓ, ഇത് എത്ര മനോഹരമാണ്. അതേനേ, എന്തൊരു സ്ഥലമാ ഇത്. മോട്ട് എന്റെ ചങ്കുണ്ട് ബ്രോ. ആ ഗാഡ്ജറ്റ് വളരെ ഡേഞ്ചറസ് ആണ്. അത് എന്റെ കയ്യിൽ തന്നേക്ക്, എന്റെ കയ്യിൽ തന്നേക്കെന്ന്. നീ ഏത് ബട്ടണ പ്രസ് ചെയ്തെന്ന് എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ട് ആ ഗൊറില്ല ജീവനോട് വന്നത്. അതേപോലെ ഈ ഗാഡ്ജറ്റ് വളരെ അപകടം പിടിച്ചായിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇനി ഇത് നമ്മുടെ കൈ വേണ്ട, ഞാൻ ഇത് നശിപ്പിച്ച് കളയാൻ പോവാ. നീ എന്ത് പണിയാ ചെയ്ത മോട്ടു? പൊളിച്ചെടുത്തല്ലോ. ഗൊറില്ലയുടെ ഷോ കഴിഞ്ഞു. അടുത്തത് ഡ്രാഗനും പാന്തറുമാ വന്നിരിക്കുന്ന. മൊത്തത്തിൽ നമ്മുടെ കാര്യം കട്ടപ്പോകയാണ്. ഇത് സംഭവിച്ച മോട്ടിന് നമ്മൾ എല്ലാരും ചേർന്നൊരു സമ്മാനം കൊടുക്കണം. പത്തിലോ റെഡി. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാം. വരൂ, ഓടിക്കോ. Anybody help? ഗൊറില്ലയുടെ തലമണ്ടയിൽ ചെന്ന് തബല വായിക്ക്. ചെല്ല്. ഒരു വശത്ത് സമുദ്രം, മറ്റൊരു വശത്ത് കുഴിയും. ഇപ്പൊ ഏത് വശത്ത് കൂടെ പോകും? എടാ മോട്ടും നിന്നേണ്ടല്ലോ. ഓടിക്കോ, അത് തീ തുപ്പാൻ പോവാണ്. ഓടിക്കോ.
മോട്ടു വേഗം അവിടെ നിന്ന് ഓടി വാ. വേഗം അവിടെ നിന്ന് വാ. ഓടിക്കോ. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. പെട്ടെന്ന് ഓടിക്കോ. ഓടിച്ചെടുത്തല്ലോ, അവര് വരുന്നുണ്ട്. അയ്യോ എന്നെ രക്ഷിക്കൂ. പത്തുള്ളൂ, ഞാൻ സിംഗ സാറിനെ കൂട്ടിയിട്ട് വരാം. സിംഗ സാർ വിഷമിക്കണ്ട, ഞാൻ സാറിനെ രക്ഷിച്ചോളാം. കൂട്ടുകാരെ, ഇവരെ എങ്ങനെ ഒന്ന് തടയുക? ഇനിയും അല്പസമയത്തിൽ നേരം വെളുക്കും. നമുക്ക് ഇവരെ എളുപ്പമായിട്ട് തന്നെ പിടിക്കാവുന്നേ. നമ്മൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവരെല്ലാവരെയും നെറ്റ് ഉപയോഗിച്ച് നമുക്ക് പിടിക്കാവുന്നേ. പുതിയ പ്രശ്നം വന്നല്ലോ. അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനിമൽസ് എങ്ങനെ ഇത്രയും വലുതാവുന്നേ? എന്റെ ചങ്കേ, സൂര്യ വെളിച്ചം
കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ റിയാക്ഷൻ ആവുന്നത്. അവര് ദേ കാട്ടിനകത്തേക്ക് ഓടിപ്പോകുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? വെറും വീട്ടിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്. നമുക്ക് അവരുടെ പുറകെ പോയി അവരെ തടഞ്ഞു നിർത്താം. ഇനിയിപ്പൊ ഞാനത് ചെയ്യാനാ? എന്റെ ജോലി പോവില്ലേ? ഡോണ്ട് വറി സാർ, ഞങ്ങൾ പോയി ആ ആനിമൽസിനെ കൂട്ടിക്കൊണ്ട് വരാം. പോകാം പത്രു. വരൂ. ഇന്ന് രാത്രി നമ്മൾ ആ മ്യൂസിയം അറ്റാക്ക് ചെയ്ത് ആ ലൈഫ് ക്യാം ഗാഡ്ജറ്റ് കൊണ്ടുവരൂ. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിന്നോട് മുൻകൂട്ടി എന്നെ പറയാത്തത് എന്റെ തെറ്റാണ്. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ അതവിടെ വിട്ടിട്ട് വരില്ലായിരുന്നു. എന്റെ ഒരുപാട് കൊല്ലത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഗാഡ്ജറ്റ് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയാം. ആ ഗാഡ്ജറ്റ് സ്റ്റാച്ചു ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ ജീവനോടെ കൊണ്ടുവരും. അതിനെ കൊണ്ട് അവരെ ജയന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. എന്റെ ടോപ്പ് സീക്രട്ട് നിനക്ക് എങ്ങനെ അറിഞ്ഞു? എനിക്കും എന്റെ സയന്റിസ്റ്റിന് മാത്രമേ ഈ സീക്രട്ട് അറിയാവൂ. ആരാണ് നയവഞ്ചകൻ? ടാങ്കർ, ഇവനോട് ചോദിക്കേ, ആരാണ് ആ വിശ്വാസവഞ്ചകനെന്ന്? നമ്മുടെ ബോസ് അടിമകനെ ജനിച്ചിരിക്കാതെ തോന്നുന്നു. ആരും നിങ്ങളെ വഞ്ചിച്ചിട്ടൊന്നും ഇല്ല. അവറ്റകളെ മ്യൂസിയത്തിൽ നിന്ന് പുറത്ത് വന്നിരിക്കുക. ഇപ്പൊ അത് ജയന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ടിവി മ്യൂട്ടിലുള്ളത് സൗണ്ട് വെച്ചാൽ അറിയാം. നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ആ 3 സ്റ്റാച്ചുകൾക്ക് എങ്ങനെയാണ് ജീവൻ വെച്ചതെന്ന് അറിയില്ല. മാത്രമല്ല അത് ജയന്റ് എനിമൽസ് ആയിരിക്കുകയാണ്. ഫുർഫുറി നഗരത്തിന് പുറത്തുള്ള കാട്ടിലാണ് അവ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നഗരം ഇപ്പോൾ വളരെ പരിഭ്രാന്തിയിലാണ്. യെസ്, എന്റെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയി. ഇറ്റ്സ് പാർട്ടി ടൈം. റോട്ടിൽ മുഴുവൻ വാഹനങ്ങൾ ഉണ്ടല്ലോ. ഇതുവഴി ആ ആനിമൽസ് ഒന്നും വന്നതുപോലെ തോന്നുന്നില്ലല്ലോ. പത്തിലു കിങ്ഡം താണ്ട് അവിടെ ഉണ്ട്. പൊളിച്ചെടുത്തല്ലോ. ഇതിനെങ്ങനെ നമ്മൾ ചെറുതാക്കാം? എന്റെ ദൈവമേ, അത് റോഡിനടുത്തേക്കാ പോകുന്നത്. അതിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ഇത്രയും വലിയ കിങ് കോങ് എവിടെ നിന്ന് വന്നു? ഓടിക്കോ, വേഗം പോണു. മോട്ടു, നമുക്ക് ആദ്യം ആ സ്കൂൾ ബസ്സിനെ രക്ഷിക്കണം. ഡ്രൈവർ പേടിച്ച സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങോട്ട് നോക്കാ, കിങ് കോങ് സ്കൂൾ ബസ്സിന്റെ നേരെയാണ് പോകുന്നത്. ഡോക്ടർ ജഗ്ഗ, ഞാനും പത്രവും ആ കുട്ടികളെ രക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ട് ആ കിങ് കോങ്ങിന്റെ ശ്രദ്ധ തിരിക്കണം, കേട്ടല്ലോ? വരൂ.
നീ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ ഇവരെ നോക്കിക്കോളാം. കുട്ടികളെ ആരും പേടിക്കരുത്. ഒരു ഭാഗത്ത് മാന്തൻ, മറ്റൊരു ഭാഗത്ത് കിങ്കൊങ്. ശരി മോട്ടു. എനിക്ക് അകത്ത് കയറണം. മോട്ടു, അകത്തേക്ക് വാ. ഡോക്ടർ ചക്ക, നിങ്ങൾ വണ്ടി വേഗം എടുത്തേ. ആ ഡ്രാഗൺ ഇപ്പൊ തീപ്പന്ത് വിടാം. എന്റെ മോട്ടു, അകത്തേക്ക് വാ. നീ ബസ് എടുത്തിട്ട് പറ്റുള്ളൂ. ആ പാന്തരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് വാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ നേരിടേ. ഓക്കെ, നിൽക്കാതെ വാ. ഇങ്ങോട്ട് വാ. Very good. നീ എന്താ അവിടെ വായി പൊളിച്ച് നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് ഓടി വാ. എന്റെ പത്തിൽ ഇവിടെ എന്താ നടക്കുന്നറിയോ? കിങ്കോങ് എന്നെ രക്ഷിച്ചിരിക്കുക. ഞാൻ അതിനോടൊരു താങ്ക്സ് പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുക. കിങ്കോങ് ചേട്ടാ, എന്താ ചേട്ടാ ഇത്? ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നൈസ് മീറ്റിംഗ് യു. ഈ കുഞ്ഞുങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. വരുമ്പോ മിലിറ്ററി ഫോഴ്സുമായിട്ട് തിരിച്ചു വരാം. ഓക്കെ, പോയിട്ട് വരൂ സിംഗൽ സാർ. അയ്യോ, വരൂ, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പെട്ടെന്ന് പോകാം.
രാത്രിയൊക്കെ മതിയാക്ക്. ഇപ്പൊ എന്റെ പ്ലാൻ കേൾക്കൂ. ഞാൻ ആ മൃഗങ്ങളെ കാട്ടിൽ നിന്നും ഫുർഫുറി നഗരത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്ലാൻ മുഴുവനും ഫുൾഫിൽ ആക്കൂ. ഈ മൃഗങ്ങൾ ഫുർഫുറി നഗരത്തിൽ നിന്ന് എല്ലാ ജനങ്ങളെയും ഓടിച്ചേക്കൂ. ഫുർഫുറി നഗരം മുഴുവനും കാലിയായേക്കും. പക്ഷെ താങ്കൾ എങ്ങനെയാണ് അനിമൽസിനെ വിളിക്കാൻ പോകുന്നത്? എന്റെ നെറ്റിയിലെ ഡയമണ്ട്സ് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇത് മുഖേന ഞാൻ അവർക്ക് കമാൻഡ് കൊടുക്കും. ഇവിടുന്ന് ഞാൻ അവർക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് റിലേ ചെയ്യുന്നുവോ അതെല്ലാം അവർക്ക് മനസ്സിലാകും. അതിനുശേഷം എന്റെ കമാൻഡ് അവർ ഫോളോ ചെയ്യും. അല്ല, ഇത് എന്ത് ഡയമണ്ട് ആണ്? All the best, Mr. Maddox. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗാഡ്ജറ്റ് കണ്ടോ? ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ മേലോട്ട് പോകും. അത് ഗ്രീനിൽ ഉള്ളവരെ ഞാൻ സേഫ് ആണ്. പക്ഷേ റെഡിന് വന്നതിന് ശേഷം അലാറം അടിക്കും. അപ്പോൾ എന്റെ മെഡിറ്റേഷൻ നിർത്തിയേക്കണം. അങ്ങനെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്നെ ഉണർത്തിയേക്കണം. മനസ്സിലായോ? അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ പുറത്തു വന്നില്ലെങ്കിൽ എന്റെ നെറ്റിയിലെ ഡയമണ്ട് തകർന്നേക്കും. പിന്നെ എന്റെ ജീവന് അപകടം സംഭവിക്കും. അതിനുശേഷം എന്നെ കൊണ്ട് ആ മൃഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയേക്കും. Okay, sir. Ready? Come to me. എന്റെ അടുത്തേക്ക് വരൂ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ അടുത്തേക്ക് വരൂ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അടുത്തേക്ക് വന്നേക്ക്. എന്റെ പിടിയിലാണ്. എന്റെ അടുത്തേക്ക് വന്നേക്ക്. ഈ ആനിമൽസിന് എന്തോ സംഭവിക്കുന്നുണ്ട്. അവർ 3 പേർക്ക് എന്ത് പറ്റി? അല്ല, ഇതെന്താ? ഇത് ബിഹേവ് ചെയ്യുന്നത് കണ്ട ഇതിന് ആരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പോലെയുണ്ട്. 3 പേരും ഒരേ ഡയറക്ഷനിൽ ഓടിപ്പോകുന്നത് കണ്ടില്ലേ? ഒരേ ഡയറക്ഷനിലല്ല, 3 പേരും ഫുർഫുറി നഗരം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നോക്ക്. അവരെ തടഞ്ഞു നിർത്തണം, ഇല്ലെങ്കിൽ ഫുർഫുറി നഗരം മൊത്തം നശിച്ചു പോകും. എന്താ ചെയ്യുക? സിംഗർ സാർ എവിടെയാണ്? Don't worry, Boto. Why fear when Chingam is here? ഞാൻ മിലിറ്ററി ടാങ്കുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടോ. ഇതോടെ അവന്മാരെ കഥ തീരും. ആ പൂരം നിങ്ങൾക്ക് കാണണോ? ആദ്യം വരുന്നത് നമ്മുടെ കിങ് കോങ് മാമനാണ്. അപ്പൊ അവരല്ലേ വെടി വെക്കേണ്ടത്. ഓക്കേ, ടാങ്കർ എയിം ഫയർ. സിംഗം സാർ, കിങ് കോങ്ങിനെ ഒന്നും ചെയ്യരുത്. അവൻ വളരെ നല്ലൊരു പയ്യനാണ്. എന്താ പറഞ്ഞത്? അതൊന്നുമില്ല. അതായത് കിങ് കോങ് വളരെ നല്ല കിങ് കോങ് ആണെന്ന്. എന്റെ അമ്മോ, ഞാനല്ല, ആള് മാറിപ്പോയി. എന്റെ അമ്മോ. പതിവ് പോലത്തെ പണി പറ്റിച്ചുവല്ലേ? നിന്റെ കൂട്ടുകാരൻ കിങ് കോങ് ഇപ്പൊ എന്നിട്ട് പറപ്പിക്കുകയാണ്.
ചേട്ടാ മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ എന്നാ പിടിച്ചോ. ഈ ഗാഡ്ജറ്റ് ഇപ്പോൾ റെഡിയാണ് നീ യൂസ് ചെയ്യാൻ. നമുക്കിപ്പോ ആനിമൽസിനെ വീണ്ടും സ്റ്റാച്ചു ആക്കി മാറ്റാൻ കഴിയും. സർ കാര്യം കഴിഞ്ഞു. ഡോണ്ട് ഫയർ, ഡോണ്ട് ഫയർ. എടോ മോട്ടു, തനിക്ക് ആള് മാറിപ്പോയി. ഫയർ ചെയ്യുന്നത് ഞാനല്ല, ആ മിലിറ്ററി ഗ്യാങ് ആണ് ഇപ്പൊ ഫയർ ചെയ്യുന്നത്. ആ. ഡോക്ടർ ചക്ക, നിങ്ങൾ ആ ഗാഡ്ജറ്റോട് എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഇവരെ സ്റ്റാച്ചു ആക്കൂ, അല്ലെങ്കിൽ നമ്മുടെ കഥ പതിവ് പോലെ തന്നെ കട്ട പുകയാവും. സോറി മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ. ഇനി ഇത് ഇപ്പൊ റിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ലല്ലോ. ഞാൻ ഇവന്മാരെ വിടില്ല. നമുക്ക് വേഗം പോയി അവരെ തടയണം. പക്ഷെ എങ്ങനെയാ തടയാ? നമ്മുടെ ഫ്ലൈയിങ് കാർ കേടായി പോയില്ലേ? ചേട്ടാ എന്റെ സുഹൃത്തുക്കളെ ആരും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. ഇതാ പിടിച്ചോളൂ ജെറ്റ് ഷൂ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണ്. മീറ്ററിലെ റെഡ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ക്യാപ്റ്റൻ മാഡോക്സിനെ എണീപ്പിച്ചേ പറ്റൂ. ചേട്ടാ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയ്യോ, പെട്ടെന്ന് ഇദ്ദേഹത്തെ എണീപ്പിക്കാൻ നോക്ക്. ഇവിടെ കുലുക്കം തന്നെ ഉണ്ടാകുന്നല്ലോ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ അടുത്തേക്ക് വരൂ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. എനിക്ക് ക്യാപ്റ്റൻ മാഡോക്സിനെ എണീപ്പിച്ചേ പറ്റൂ. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? Come to me. എന്റെ അടുത്തേക്ക് വരൂ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. Come to me. എന്റെ അടുത്തേക്ക് വരൂ. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? Come to me. എന്റെ അടുത്തേക്ക് വരൂ. താനെന്താണ് ഈ പോസ് തന്നോണ്ടിരിക്കുന്നേ? ഒഴിക്കാൻ നോക്ക് പെട്ടെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കൂ. നിങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണ്. എന്റെ അടുത്തേക്ക് വരൂ. സർ മാഡോക്സ്, സർ എണീക്കൂ. മീറ്റർ മുഴുവനായിട്ട് ഇപ്പൊ റെഡായി. സർ എണീക്കൂ. സർജി എണീക്കൂ. ഇപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നാ തോന്നുന്നത്. ചേടാ, ഇപ്പൊ മോട്ടുവിന്റെ ഐഡിയ തന്നെ ഞാനും ചെയ്യണമെന്നാ തോന്നുന്നത്. ഐഡിയ, അതിനാദ്യം ഞാൻ ഷോക്ക് പ്രൂഫ് ഗ്ലൗ ഒന്ന് ഇടട്ടെ. പിടിച്ചോ, പിടിച്ചോ. അയാള് നമ്മുടെ ബോസിനെ തല്ലുകയാണല്ലോ. എന്റെ ഇടുപ്പ്, എന്റെ മുതുക്, എന്റെ കാല് എന്തുകൊണ്ടാ എല്ലാ സ്ഥലത്തും വേദനിക്കുന്നേ? ആരോ എന്നെ അടിച്ച് ഒരു വഴിയാക്കിയ പോലെ തോന്നുന്നു. മിസ്റ്റർ മാഡോക്സ്, നിങ്ങളിപ്പോ ഓക്കെ അല്ലേ? മിസ്റ്റർ മാഡോക്സ്, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ മസാജ് ചെയ്ത് തരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം ഉത്തരം പറയും. ആരാ എന്നെ അടിച്ച് ഒരു വഴിയാക്കി ഉണർത്തിയത്? പെട്ടെന്ന് പറയേ, പെട്ടെന്ന്. ഇയാളാണത്. സോറി സർ, സോറി. ഓ ജോൺ, താങ്ക് യു. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ജോയിന്റ് ആനിമൽസിന്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്യണം. നമ്മൾ ഹെലികോപ്റ്റർ മുഖേന ആ ജയന്റ് അനിമലിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച അറിയിപ്പ് ഇതാണ്: ഗ്രാമത്തിന് പുറത്തുള്ള കാട്ടിൽ നിന്നാണ് അവ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ കമാൻഡ്സ് വർക്ക് ആവുന്നുണ്ട്. ഇനി ആ മൃഗങ്ങൾക്ക് അടുത്ത കമാൻഡ്സ് അയക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണ്. വരൂ, വന്ന് ഈ നഗരത്തെ നശിപ്പിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. എന്റെ അടുത്തേക്ക് വരൂ. അല്ല, ഇത് നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്യാമറ സൂം ചെയ്യേ, സൂം.
എന്താ ഇത് ഡ്രാഗനോ? അയ്യോ ഓ ഇതെന്താ അയ്യോ ഇതെന്താ ഓടിക്കോ എന്റെ അമ്മോ കിങ് കോങ്ങോ ഒന്ന് വേണ രക്ഷപ്പെട്ടോ കിങ് ഓടി രക്ഷപ്പെട്ടോ ആ ദേ ആ ജയിന്റ് അനിമൽ വേഗം വരൂ. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? എന്റെ പ്ലാനിന്റെ ആദ്യത്തെ ശ്രമം സക്സസ്ഫുൾ ആയി. അടുത്ത് ഞാൻ ഈ നഗരത്തെ മുഴുവനും ഒഴിപ്പിക്കണം. നിങ്ങൾ ഫുർഫുറി നഗരത്തെ എന്തിനാ അങ്ങനെ കാര്യം ചെയ്യാൻ നോക്കുന്നത്? ഫുർഫുറി നഗരത്തിൽ അങ്ങനെ ഇപ്പൊ എന്താ ഉള്ളത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ, ഈ നഗരത്തിന്റെ അടിയിൽ റോഡിയം മെറ്റലിന്റെ വലിയ ഒരു മല തന്നെയുണ്ട്. ഈ റോഡിയം മെറ്റൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വിലയേറിയ സാധനമാണ്. ഈ നഗരം മുഴുവനും കാലിയാക്കി പോയി കഴിഞ്ഞാൽ എല്ലാം എനിക്ക് സ്വന്തമായേക്കും. പിന്നെ ഈ ലോകത്തിൽ എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അപ്പൊ എന്റെ ഷെയർ 5 കോടി അല്ല, എനിക്ക് നിങ്ങളെ 50 കോടിയെങ്കിലും തരണം. അയ്യോ എന്റെ അമ്മോ, എന്നെ വിടെ. എനിക്ക് മനസ്സിലായി. അയ്യോ എന്റെ അമ്മോ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നോട് ക്ഷമിച്ചേക്ക്. ഞാനിപ്പോ മൃഗങ്ങളെ ഒരിക്കൽ കൂടി കൺട്രോൾ ചെയ്ത് എല്ലാ ഡയറക്ഷനിലേക്കും അയച്ച് ഈ നഗരം മുഴുവനും ഒഴിപ്പിച്ചേക്കും. എല്ലാരും ഈ സ്ഥലം വിട്ട് പോയി കഴിഞ്ഞാൽ സ്വസ്ഥതയോടെ ഈ റോഡിയം മെറ്റൽ എടുക്കാനുള്ള പണി തുടങ്ങിയേക്കും. ഈ ജയന്റ് ആനിമൽസിനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. വേഗം വാ മോട്ടു. നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ തടഞ്ഞേ പറ്റൂ. അയ്യോ ഇതെന്താ ഓടിക്കോ ഓടി രക്ഷപ്പെട്ടോ ഹലോ കിങ് കോങ് ചേട്ടാ. ഹലോ. മോട്ടു ദേ അങ്ങോട്ട് നോക്ക്, ഡ്രാഗണും വന്നു കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും. എന്താ ചെയ്യുക? ഒരു പത്തിലും ഫയർഫോഴ്സുകാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തേ മതിയാവും. വെള്ളം ഓൺ ചെയ്യേ. ആ
മോട്ടു. എന്റെ അമ്മോ. മോട്ടു, പാന്തർ. ഹേയ്, അവനെ വിടാനാ പറഞ്ഞ. പാന്തർ, അവനെ വിടാ. ഹേയ്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട്, ഇങ്ങോട്ട്. പത്തിലു വെള്ളം. അയ്യോ പത്തിലു. രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക. ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? പിടിച്ചോ. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. പിടിക്കേ. രക്ഷിക്കണേ. വലിയേട്ടാ, നിങ്ങൾ പോയി 10 രൂപയെ രക്ഷിക്കേ. ആ ശരി ശരി ചെയ്യാം. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും? ഞാനിപ്പോ എന്ത് ചെയ്യും? പത്ലു, ഇതാ പിടിച്ചോ. ഡോക്ടർ ജഡ്ക, ഇത്രയും വലിയ ജൈന്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കളിത്തോക്കാണോ കിട്ടിയത്? എന്റെ ചങ്കേന്റെ ബ്രോ, ഈ കളിപ്പാട്ടല്ലേ ഇന്ന് നിന്നെ രക്ഷിച്ചത്. 10 രൂപ നിൽക്ക്, ഞാനിതാ വരുന്നു. മോട്ടു, ഒന്ന് മുകളിലേക്ക് നോക്ക്. ഇതെന്താ സംഭവിച്ചത്? എന്താ ചെയ്യാ? അയ്യോ എന്താ പറ്റിയത്? വെള്ളം തീർന്നു പോയല്ലോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ വേണ്ട. അതെ ചേട്ടാ, നിങ്ങളെ രക്ഷിക്കുകയാണോ അതോ കത്തിക്കുകയാണോ? പുറകോട്ട് തിരിഞ്ഞു നോക്ക്. കം ടു മീ, എന്റെ അടുത്തേക്ക് വരൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കും. നിങ്ങൾ എല്ലാവരും എന്റെ നിയന്ത്രണത്തിലാണ്. എണീക്കൂ, ഈ നഗരം മുഴുവൻ നശിപ്പിക്കൂ.
ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇവർക്ക് എന്തോ ഗാഡ്ജറ്റിന്റെ റേസ് മൂലം മെസ്സേജ് പോകുന്നുണ്ട്. ഇവരത് ഫോളോ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന ആ മെസ്സേജ് എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് അറിയാം. ആ അതെ, എല്ലാരും പെട്ടെന്ന് എന്റെ കൂടെ വാ. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? വാ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കൂ. നിങ്ങൾ എല്ലാവരും എന്റെ നിയന്ത്രണത്തിലാണ്. പോകൂ, എല്ലാം നശിപ്പിക്കൂ. റേസിലെ അത് ആ ബിൽഡിങ്ങിനാ വരുന്ന ഫ്രണ്ട്സ്. ഇവര് മോട്ടുപത്തിലുമല്ലേ? അവരിങ്ങോട്ട് തന്നെയാ വരുന്നേ. അവർക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്? അറിവിനെ സിംഹവും പുലിയും ഇരുട്ടിൽ പോലും തന്റെ ഇരയെ തേടി പിടിക്കാറില്ലേ? അതേപോലെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പരുന്ത് വെള്ളത്തിൽ അടിയിൽ പോകുന്ന മീനിനെ തെരഞ്ഞു വന്ന് കൊത്തി തിന്നാറില്ലേ? അതേപോലെ രാത്രി മൊത്തം ഇരുട്ടാണെങ്കിലും അവളിന് മാത്രം തന്റെ ഇരയെ തേടി പിടിക്കാനുള്ള കഴിവില്ലേ? അതുപോലെ തന്നെ മോട്ടും പൊതിലും എന്ത് സംഭവിച്ചാലും അവരുടെ ഇരയെ തേടി കണ്ടെത്തും. ഇന്നേ അവർക്ക് നിങ്ങളാണ് ഇര. എന്താ ഞങ്ങൾ മാത്രം? നിങ്ങൾ എന്തുകൊണ്ടില്ല? ഓഹോ, അവർക്ക് ഞാൻ അത്ര വലിയ മാറ്റർ ഒന്നും അല്ലെന്നേ. തോന്നുമ്പോഴൊക്കെ വന്ന് എന്നെ ഇങ്ങനെ തള്ളിയിട്ട് പോവും. പക്ഷെ ഇന്ന് നിങ്ങളെയാണ് അവര് ചെണ്ട വായിക്കുന്നത് പോലെ വായിക്കാൻ പോകുന്നത്. ടെറസിലേക്ക് പോ. അവർ താഴോട്ട് ഇറങ്ങി വരാൻ പാടില്ല. മിസ്റ്റർ മാഡോക്സിനെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ആരോ മുകളിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവന്മാർക്ക് ഫൈറ്റ് കൂടാതെ ശരിയാവില്ലെന്നാ തോന്നുന്നേ. ശരി, വാ നമുക്കൊരു കൈ നോക്കാം. അടിപൊളി മോട്ടു, കലക്ക് കലക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. അല്ല, എന്റെ അമ്മോ, ചങ്കേന്റെ ബ്രോ, ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ, നിങ്ങൾക്ക് 1 മാസത്തെ റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. എന്റെ അമ്മോ, ഒരു പോത്താണല്ലോ എന്റെ മേലെ വീണത്. എന്റെ കൈ ഒടിഞ്ഞിരിക്കുക. എന്റെ ചങ്കേന്റെ ബ്രോ, നീ വിഷമിക്കണ്ട. നീ ഇവിടെ കിടന്നോ. ഇനിയിപ്പോ ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കണമെന്നാ തോന്നുന്നത്. എന്റെ നടു ഒടിഞ്ഞിരിക്കുക ഡോക്ടർ. നിനക്ക് 1 മാസം ബെഡ് റെസ്റ്റ്. എന്റെ ഊര പൊളിഞ്ഞു. നിനക്ക് 3 ദിവസത്തെ റെസ്റ്റ് മതി. ശരി, ഒരു വിധത്തിലാ ഒരു ജോലി കഴിഞ്ഞ. വലിയ പേഷ്യന്റ് വരുന്നുണ്ട്. ഇടിക്കാൻ വന്ന എല്ലാവരും ഔട്ടായോ? അപ്പൊ എത്രയും പെട്ടെന്ന് മാഡോക്സിനെ എണീപ്പിക്കണം. ഇനി പറയേ, ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന്? ആനിമൽസിന് എങ്ങനെയാണ് ജീവൻ വെച്ചത്? എന്തിനാണ് ആ ജീവികളെ കൊണ്ട് ഈ നാട് മുഴുവൻ നശിപ്പിച്ചത്? അതിനെല്ലാറ്റിനും ഉപരി നിന്റെ ബോസ് ആരാണ്? ഇവന്റെ തലച്ചോറിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നത്. ആരാണ് സംസാരിക്കുന്നത്? പെട്ടെന്ന് പറ, ആരാ സംസാരിക്കുന്നത്? പുറകിൽ നോക്കട്ടെ, പുറകില്. മേലെ പോയി ചേരുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് പോകും. ഞാൻ ഒരുപാട് കൊല്ലങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം പ്രതിമകളെ ജീവനോട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചു. ആ സമയത്താണ് ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞത്. ഫുർഫുറി നഗരത്തിനടിയിൽ റൂഡിയം മെറ്റലിന്റെ മലയുണ്ടെന്ന് അറിഞ്ഞത്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ മെറ്റൽ.
അതിനു വേണ്ടിയാണോ നീ ആനിമൽസിനെയൊക്കെ ജീവനോടെ പറഞ്ഞയച്ചത്? അത് കണ്ടിട്ട് ഫുർഫുറി നഗറിലെ ആളുകളൊക്കെ പേടിച്ചോടണമല്ലേ? അതിനുശേഷം മുഴുവൻ റോഡിയം മെറ്റലും നീ ഒറ്റയ്ക്ക് കൈക്കലാക്കാൻ ശ്രമിച്ചു. നീ ഒരു ബുദ്ധിവാൻ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ. മിസ്റ്റർ മെഡോക്സ്, ഉടൻ തന്നെ ആനിമൽസിനെ കൺട്രോൾ ചെയ്ത് അവരെ ശാന്തമാക്ക്. ഇല്ലെങ്കിൽ അത് നിനക്ക് ഒട്ടും നല്ലതായിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ മത്സരിക്കാൻ തയ്യാറായതുപോലെ തോന്നുന്നു. Come on, let's fight. Attack! എന്റെ കൂട്ടുകാരെ നീ തല്ലിയല്ലേ? Come on, fight. എഴുന്നേക്ക് പത്തുലു, എഴുന്നേക്ക്. ബഡോക്സിനെ തകർത്ത് തരിപ്പണമാക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. നിങ്ങൾ എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. എന്താ ഈ സംഭവിക്കുന്നത്? ഡോക്ടർ ചേട്ടാ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അയ്യോ, വേണ്ട, വിട്ടേക്ക്. അയ്യോ. മോട്ടു പത്തിലോ വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, അല്ലെങ്കിൽ ഇയാള് നമ്മളെ കത്തി ചാമ്പലാക്കുന്നേ. അതേ പത്തിന് പേരും എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് അറിയില്ലേ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്ക്. ഐഡിയ മോട്ടു, കേൾക്ക. പിടിച്ചോ. എന്ത് കാര്യ നീ ചെയ്തത്? എല്ലാരും കൂടി ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. എന്റെ സ്വപ്നങ്ങൾ തകർത്തില്ലേ?
പൊളിച്ചെടുത്തല്ല. അത് പോയതോടുകൂടി അയാളുടെ കയ്യിലുള്ള ശക്തിയൊക്കെ വിട്ടുപോയി എന്നാ തോന്നുന്നേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരുമാണ് നെട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും പൂർത്തിയാകാൻ പോകുന്നില്ല. ഫുർഫുറി നഗർ മുഴുവനും നശിക്കാൻ പോവുകയാണ്. കാരണം എന്റെ ഡയമണ്ട് തകർന്നതിന് ശേഷം ഇനി എന്നെ കൊണ്ടും ആ മൃഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ഇനി അവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും ചെയ്യും. മിസ്റ്റർ മാഡോക്സ്, യു ആർ അണ്ടർ അറസ്റ്റ്. മനസ്സിലായോ? എന്താ സാറേ, കേൾക്കുന്നുണ്ടോ? ഒരുപാട് താമസിച്ചു പോയല്ലോ. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മോട്ടു, ഇവൻ അടിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒന്ന് ആലോചിക്കട്ടെ. ഐഡിയ. ഡോക്ടർ ജഡ്ക, മിസ്റ്റർ മാഡോക്സിന്റെ കണക്ക് പ്രകാരം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം മൊത്തം നശിക്കുമെന്നാ തോന്നുന്നേ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആന്റിഡോട്ട് കണ്ടെത്താൻ കഴിയുമോ? അതുമൂലം ആ ആനിമൽസിനെ വീണ്ടും സ്റ്റാച്ചു ആക്കാൻ കഴിയോ? ചേട്ടാ, എന്റെ 10 മിനിറ്റ് ചങ്കയുണ്ട് ബ്രോ. എനിക്ക് കുറച്ച് സമയം താ. ഞാൻ ഇവന്റെ ഗാഡ്ജറ്റ്സ് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നേ. എന്ത് ഗാഡ്ജറ്റാ അത്? ഈ ഗാഡ്ജറ്റ് ആണ് സാർ. പക്ഷേ ഇത് പൊട്ടിപ്പോയിരിക്കുകയാണല്ലോ. വിഷമിക്കണ്ട അപ്പ. ഡോക്ടർ ജഡ്ക ഗാഡ്ജറ്റ് എങ്ങനെയാലും ശരിയാക്കി തരും. ഹി ഈസ് ദി ബെസ്റ്റ്. ആന്റിഡോട്ട് എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയാക്കാം. എന്നാ ശരി, അതിനകം ഞങ്ങൾ ആ ആനിമൽസിനെ ഫുർഫുറി നഗറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം. ഇനി ഈ നഗരത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. വരൂ മോട്ടു. ഞാൻ അതിന്റെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കാൻ നോക്കാം. കഴിയുമെങ്കിൽ ഈ നാട്ടിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. വരൂ, ഒന്ന് എന്നോട് യുദ്ധം ചെയ്യേ. 3 തലയുള്ള ഡ്രാഗണെ, നീ വാ. നീ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക. ഒന്ന് എന്നെ പിടിക്കാൻ നോക്ക്. എടാ, 2 വാലുള്ള പാത്രേ, ഒന്ന് എന്നെ പിടിക്കാൻ നോക്ക്. മതി മോട്ടു, ഇനി ഓടിക്കോ. ഓടിക്കോ. കിങ് കോങ് ചേട്ടാ, രക്ഷിക്കേ. കുറച്ചു നേരത്തിനകം ആന്റിഡോട്ട് റെഡിയാകും സുഹൃത്തുക്കളെ. അയ്യോ, എന്താ റിയാക്ഷൻ ഇങ്ങനെയുള്ളത്? നഗരത്തെ രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ മോശമായൊരു വാർത്തയുണ്ട്. ആ വാർത്തയെ കുറിച്ച് ജനറൽ മൽഹോത്ര പറയുന്നതാണ്. അതെ, ഈ നഗരത്തിന്റെ പുറത്ത് ഏതാണ്ട് ഈ സ്ഥലത്ത് ഞങ്ങളുടെ സീക്രട്ട് ന്യൂക്ലിയർ ബോംബിന്റെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അവിടെ ന്യൂക്ലിയർ ബോംബ്സ് വെച്ചിട്ടുണ്ട്. ഡിഫൻസിലെ ആൾക്കാർക്ക് മാത്രമല്ലാതെ ഇതിനെപ്പറ്റി വേറെ ആർക്കും ഒന്നും അറിയില്ല. ഈ അനിമൽസ് അവിടെ പോയി എന്തെങ്കിലും ചെയ്താൽ ഈ ന്യൂക്ലിയർ ബോംബ്സ് ബേസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഫുർഫുറി നഗർ മാത്രമല്ല, അതിനടുത്തുള്ള എല്ലാ നഗരങ്ങളും അതിനകത്ത് ജനങ്ങളും എല്ലാം മരിച്ചു പോകും. മോട്ടുവിനെ നമ്മൾ തടഞ്ഞേ പറ്റൂ. എങ്ങനെങ്കിലും തടയൂ. എന്റെ മ്യൂസിയം മുഴുവൻ തകർന്നു പോയി. ഇനിയിപ്പോ ഞാനും തകരും. നിക്ക് മോനെ മാനേജറെ, ഒന്നും മിണ്ടാതിരിക്കേ. ആ ന്യൂക്ലിയർ ബോംബ് ഏതെങ്കിലും രീതിയിൽ ബ്ലാസ്റ്റ് ആയാൽ നിനക്ക് മാത്രമല്ല വേറെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഹലോ പത്ലു. എന്ത്? മോട്ടു നിൽക്ക്. അവിടെ ന്യൂക്ലിയർ ബോംബിന്റെ സ്റ്റോറേജ് ഉണ്ട്. ന്യൂക്ലിയർ ബോംബ്. എന്ത്? നമ്മൾ ഈ സ്ഥലത്തേക്കാണോ വന്നത്? ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് രക്ഷപ്പെടും? ഞാനല്ല. മോട്ടു, നീ സൂക്ഷിച്ചു പോ. മോട്ടു, വേഗം ആ പൊളിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് വാ. അയ്യോ, ഇതിന്റെ പുറകെയുണ്ടല്ലോ. പത്തിന് പോയി ഓടി രക്ഷപ്പെടാം.
മോട്ടൂനെ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കണം? ഐഡിയ! ഈ കയറെടുത്തോളൂ. നമുക്ക് ആ പാന്തറിനെ പിടിക്കണം. ഓക്കെ, റെഡി. വേഗം വരൂ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! റിവേഴ്സിലോടാ! കിങ്കോങ്ങിയേട്ടാ, രക്ഷിക്ക്! രക്ഷിക്ക്! എന്റെ വെല്ലേട്ടോട് ആദ്യം പറഞ്ഞപ്പോ വെല്ലേട്ടൻ ആദ്യം ദോസ്തായി മാറിയിരിക്കുകയാണോ ഇപ്പോ? എവിടെയാണ് വെല്ലേട്ടാ? വെല്ലേട്ടൻ എവിടെയാണ്? ഞാൻ ആന്റി ദോസ്തല്ല സുഹൃത്തേ, ആന്റി ഡോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നോ പിടിച്ചോ. ഇത് ശരിക്കും ഗംഭീരമായിട്ടുണ്ടല്ലോ. താങ്ക് യു വെല്ലേട്ടാ. ഓട്ടോ ഫയർ! പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യേ, പെട്ടെന്ന് വർക്ക് ചെയ്യേ. ഇതെങ്ങനെ ഓൺ ചെയ്യേണ്ടത്? ഇത് വലിയിട്ട് പറഞ്ഞു തന്നില്ലല്ലോ. അയ്യോ എന്റെ അമ്മോ, നിക്ക് ഞാൻ മാനുവൽ നോക്കി പറയാം. വലിയേട്ടാ, എന്നെ ഇങ്ങനെ പെടുത്തി കളഞ്ഞല്ലോ. എന്റെ ചങ്കേന്റെ ബ്രോ, അതിലെ സേഫ്റ്റി ക്യാച്ച് ഓഫ് ആയിരിക്കും. അത് ഓൺ ചെയ്താൽ മതി സുഹൃത്തേ. ഓക്കെ. അല്ല, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ഡ്രാഗൺ, ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് ഒറ്റയ്ക്ക് നേരിട്.
ചേട്ടാ എന്റെ ചങ്ക് എന്റെ ബ്രോ, ഇനി ആ കിങ് കോങ് മാത്രമേ ബാക്കിയുള്ളൂ. ഫയർ ചെയ്യ്. താങ്ക് യു കൂട്ടുകാരാ, നീ ഇപ്പൊ എന്നെ ഒരുപാട് തവണ രക്ഷിച്ചു. പക്ഷേ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നീ വീണ്ടും ശിലയായി മാറിയേ പറ്റൂ. നീ എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? നിന്നെ വീണ്ടും പ്രതിമയാക്കി മാറ്റാൻ എനിക്ക് കഴിയില്ല. നീ വളരെ നല്ലവരാണ്, വളരെ നല്ലവരാണ്. കിങ് കോങ് ചേട്ടാ, എനിക്ക് ഇതിനെ സ്റ്റാച്ചു ആക്കി മാറ്റാൻ കഴിയില്ല. കിങ് കോങ് ചേട്ടാ. കഴിഞ്ഞു എന്റെ കൂട്ടുകാരനായിട്ട്. എന്റെ മോട്ടോ ഇത് ഇമോഷണൽ ആവാനുള്ള സമയമല്ല, അത് സ്റ്റാച്ചു ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും അതിനെ സ്റ്റാച്ചു ആക്ക്. കിങ് കോങ് ചേട്ടാ, എനിക്ക് പറ്റില്ല. എനിക്ക് മാപ്പ് തരണം കൂട്ടുകാരാ. സോറി കിങ് കോങ് സുഹൃത്തെ, എനിക്കും ഇത് ഇഷ്ടമല്ല. പക്ഷെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. മോട്ടു തന്റെ ജീവൻ പണയം വെച്ചാണ് നഗരത്തെ രക്ഷിച്ചത്. അത് നല്ല കാര്യമായി. എന്റെ ജോലി രക്ഷപ്പെട്ടു. എന്റെ സ്വപ്നം മുഴുവനും നശിച്ചുപോയി. ഞാൻ എന്നെങ്കിലും ഒരു ദിവസം മോട്ടുവിനോടും പത്തലുവിനോടും പ്രതികാരം ചെയ്തേ തീരൂ. നിങ്ങൾ കാരണം എല്ലാം പഴയതുപോലെയായി. എന്താ നിങ്ങൾ നിങ്ങളുടെ കിങ് കോങ് കൂട്ടുകാരന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല? ഉറപ്പായിട്ടും ഞങ്ങൾ ഭയങ്കര ആഗ്രഹമാണ്. ജയ് ഹോ. Watch India's largest kids library only on Jio Hotstar. Download the app now.